ഖാത്തിമാ. ബഹുമാനവും ആദരവും സ്നേഹവുമുള്ള ഉസ്താദുമാർ, ഞാനേറെ സ്നേഹിക്കുന്ന മുത്താലിമീങ്ങൾ, മത്തായി സദസ്സിലൊക്കെ കൂടിയിരിക്കുന്ന ബഹുമാന്യരായ സഹോദരിമാർ, സഹോദരന്മാർ, അൽഹംദുലില്ലാഹ് വളരെ മുബാറക്കായ ഒരു മജ്ലിസിലാണ് നമ്മളുള്ളത്. ഒരു സാലിഹായ മഹാനായ ഒരു വ്യക്തിയുടെ ആണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടിയിരിക്കുന്നു എന്നത് ഈ സദസ്സിന്റെ ഒരു മഹത്വമാണ്. അവിടെ വെച്ച് ഹബീബായ ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്ക് ഇങ്ങോട്ടുള്ള നമ്മുടെ ആദരണീയരായ ഗുരു പരമ്പരയിലെ മശായിഖിന്റെ നാമങ്ങൾ ആദരപുരസ്സരം നമ്മൾ ഇവിടെ ചൊല്ലി എന്നത് അതിന്റെ രണ്ടാമത്തൊരു മഹത്വമാണ്. മൂന്നാമതായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരിക്കലും ഒരു ഭൗതിക ചിന്താഗതിയോ ഭൗതിക താല്പര്യമോ ഉള്ളവർക്ക് ഇത്തരം മജ്ലിസുകളിൽ സംഗമിക്കാനേ കഴിയില്ല എന്നത് ഉറപ്പാണ്. ഇതൊരു സാധാരണ വയലിന്റെ മജ്ലിസ് പോലുമല്ല, ഒരു മതപ്രഭാഷണത്തിൻ്റെയോ അതല്ലെങ്കിൽ സാധാരണ മഹല്ലുകളിൽ നടക്കുന്ന മറ്റേതെങ്കിലും മതകീയ ചടങ്ങുകളുടെയോ പോലും ഒരു മജ്ലിസല്ല. ഇത് ഇവിടെ ജീവിച്ച് വഫാത്തായ ഒരു മഹാനായ മനുഷ്യന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പേരിൽ ഓതിയ ഖത്തുമുകളും യാസീനുകളും ഫാത്തിഹകളും മറ്റൊക്കെ ഹദിയ ചെയ്യാൻ വേണ്ടിയും അവരുടെ പേരിൽ തബറുക്കിന്റെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു മജ്ലിസാണ്. അതിൽ ഈമാനും മഹബത്തും ഇഷ്കുമുള്ള ആളുകൾക്ക് മാത്രമേ സംഗമിക്കാൻ കഴിയൂ. ഇത്തരത്തിലുള്ള മജ്ലിസുകളൊക്കെ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മീതെ അള്ളാഹു ആശിഖീങ്ങൾക്കും മുഹിബ്ബീങ്ങൾക്കും നൽകുന്ന ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ഇതിനെ ഹക്കുകൊണ്ട് നമ്മുടെ ഈമാൻ സലാമത്താക്കട്ടെ. ബഹുമാനപ്പെട്ട അബൂബക്കറുടെ ദർജ അള്ളാഹു ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ കൂടെ നാളെ മഹ്ശറിൽ ഒത്തുകൂടാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഒരു പ്രഭാഷണം നടത്തുക എന്നതല്ല എൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആണ്ടിന് പ്രിയങ്കരനായ ബാദുഷ വിളിക്കും, പറയും. നമ്മളൊരാൾ വിളിച്ചില്ലെങ്കിലും വന്നുകൂടാന്നൊന്നുമില്ല, പക്ഷെ വരാൻ പറ്റാത്ത സമയങ്ങളായതുകൊണ്ട് ആണ്ടിന് സംബന്ധിക്കാൻ കഴിയാറില്ല. എല്ലാ വർഷങ്ങളിലും ചിന്തിക്കും അടുത്ത വർഷം പോകണം എന്നൊക്കെ. അപ്പോൾ ഓരോ കാരണങ്ങളാൽ തടസ്സം വരും, വരാൻ കഴിയാതെ പോകും. ഈ വർഷം ഏതായാലും ഇന്നിപ്പോൾ അവിടെ നമ്മൾ നടത്തുന്ന സ്ഥാപനത്തിൽ ഇന്ന് രാത്രി ഒരു പരിപാടി, പ്രത്യേകം ഭക്ഷണമൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. എന്നിട്ട് പോലും അത് ഞാൻ മറ്റുള്ള മുദരിസന്മാരെ ഏൽപ്പിച്ച് ഈ വർഷമെങ്കിലും ഇത് മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ള അതീവ താല്പര്യം കൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങളുടെയൊക്കെ കൂടെ വന്നിരിക്കാനും ഈ മജ്ലിസിന്റെ ഹുർമത്ത് മാനിച്ചതിൽ 2 മിനിറ്റ് ഇരുന്നാൽ അതിന്റെ ബർക്കത്ത് നമുക്ക് കിട്ടുമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. ഈമാൻ സലാമത്താവാൻ റിസ്കും മഹബത്തും അനിവാര്യമാണ് എന്ന് നമുക്കറിയാം. ഇത് ഖിയാമത്ത് നാൾ വരെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിലക്കാത്തൊരു പ്രവാഹമാണ്, റിസ്കിന്റെ പ്രവാഹം. അത് തച്ച് തകർക്കപ്പെടാനോ തടയിടപ്പെടാനോ അണകെട്ടി നിർത്തപ്പെടാനോ ഒന്നും കഴിയാത്തൊരു സംഭവമാണ്. അത് കൽബുകളിൽ നിന്ന് കൽബുകളിലേക്ക് പകർന്നെടുക്കപ്പെടുന്ന ഒരു മധുരമാണ്, അതല്ലെങ്കിൽ ഒരു ലഹരിയാണ്. അതിനുവേണ്ടി അള്ളാഹു നിയോഗിച്ച അള്ളാഹുവിന് ഖുലഫാ, അള്ളാഹിന്റെ ഖലീഫമാരാണ് ശരിക്ക് അള്ളാഹുവിന്റെ ആളുകൾ. അതിന് വിശുദ്ധ ഖുർആൻ തെളിവാണല്ലോ. മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു ഖലീഫ എന്നാണ് പറഞ്ഞത്, നബി എന്നല്ല. നബിയല്ല എന്നല്ല, റസൂലല്ല എന്നല്ല. ആദം നബി അലൈഹിസ്സലാം അള്ളാഹിന്റെ നബിയുമാണ് റസൂലുമാണ്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാനൊരു പ്രതിനിധിയെ ഏർപ്പാട് ചെയ്യാൻ പോവാണ് എന്നാണ് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനോട് മുശാവറ ചെയ്തു. അപ്പോ മലക്കുകൾ അള്ളാഹുവിന് സമീപസ്ഥരാണ്. അള്ളാഹുവിന്റെ അർശിനെ പോലും വഹിക്കുന്നത് മലക്കുകളാണ്. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനൊത്ത് മാത്രമേ അവർ ചരിക്കൂ. എന്നിട്ട് പോലും അള്ളാഹു അവരിൽ നിന്നൊരു ഖലീഫയെ തിരഞ്ഞെടുക്കാതെ ഒരു പുതിയ വർഗത്തെ, ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയും അവരിൽ നിന്ന് അള്ളാഹു അവന്റെ ഖലീഫയെ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും ചെയ്യാം. ആ ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് ഭൂമിയിലേക്ക് വന്ന ആദ്യ മനുഷ്യനാണ് നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഖിലാഫത്തിന്റെ കൈമാറ്റ ചടങ്ങ് അത് ലോകാവസാനം വരെ നടക്കപ്പെടേണ്ടതാണ്.
ആ കൈമാറ്റ ചടങ്ങുകളിൽ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള, അള്ളാഹു നേരത്തെ തിരഞ്ഞെടുത്തിട്ടുള്ള അള്ളാഹുവിൻ്റെ ആളുകൾ, അവരിലൂടെ അത് കൈമാറപ്പെടും. പ്രവാചകന്മാരുടെ ഒരു പ്രത്യേക ശൃംഖലയായിരുന്നു അള്ളാഹു ഉദ്ദേശിച്ച ഒരു കാലം വരെ. അതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നിയോഗിച്ചത്. പിന്നീട് അങ്ങോട്ട് ഖിലാഫത്ത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആളുകളിലൂടെ. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കമാലിയത്താണ് എന്നതിന് വലിയ തെളിവാണ്. മറ്റുള്ള പ്രവാചകന്മാരൊക്കെ പ്രവാചകന്മാരിൽ നിന്ന് പ്രവാചകന്മാരിലേക്ക് കൈമാറുകയായിരുന്നു. ഒരു നബി, ഒരു പ്രവാചകൻ ഉള്ള കാലത്ത് തന്നെ ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരൊക്കെ അവരുടെ ഖിലാഫത്ത് അങ്ങനെയാണ് കൈമാറി. എന്നാൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിലാഫത്ത് ലാ നബിയ്യ ബഅദി, ഇനി ഒരു നബിന്റെ ആവശ്യമില്ല. കാരണം എല്ലാ അമ്പിയാക്കളിലുമുള്ള മഹത്വങ്ങളും അതിൻ്റെ അസ്റാറുകളും അതിൻ്റെ അൻവാറുകളും എല്ലാം ഒരുമിച്ച് കൂടിയ ഖിയാമത്ത് നാൾ വരെ തൻ്റെ ഖുലഫാ മാറി 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 വന്നാലും അവർക്കെല്ലാവർക്കും മദീന മുനവ്വറയിൽ വെച്ച് നിയന്ത്രണം നടത്താനുള്ള അതീവ ദറജകൾ നൽകിക്കൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അയച്ചത്. ആ ഖിലാഫത്ത് കൈമാറ്റം സത്യത്തിൽ നടക്കുന്നത് മദീനയിൽ നിന്നാണ്. അതിന് തെളിവാണ് ബഹുമാനപ്പെട്ട ഖാജ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലീബ് നവാസ് ഇന്ത്യയിലെത്തിയത്. നമുക്കറിയാം ചരിത്രം, അത് വിശദീകരിക്കലല്ല എൻ്റെ ലക്ഷ്യം. അജ്മീർ ഖാജ പാപ്പ ഒരിക്കലും ഇന്ത്യക്കാരനല്ല, രാജസ്ഥാൻകാരനല്ല, അജ്മീർകാരനുമല്ല. അദ്ദേഹം പേർഷ്യക്കാരനാണ്, അതായത് ഇറാൻകാരനാണ്. അവിടെയുള്ള സഞ്ചർ എന്ന ദേശത്താണ് ജനിക്കുന്നത്. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മക്കത്തെ ഹറമിലെത്തുകയാണ്. അത് എത്താതിരിക്കാൻ പറ്റില്ല. മക്കയിൽ നിന്ന് മദീനയിൽ പോവുകയാണ്, പോവാതിരിക്കാൻ പറ്റില്ല. എത്തേണ്ട സമയത്ത് എത്തേണ്ടവരെ എത്തിക്കും. അങ്ങനെയാണ്. അങ്ങനെ ചില സംഭവങ്ങൾ നമ്മളൊക്കെ നമ്മുടെ മശായിഖിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഈ ഉള്ളവന്റെ തന്നെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഇരിക്കുന്ന സദസ്സിലൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാം, ഞാൻ പണ്ട് ഫറൂഖിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഒരു 25 വർഷം, ഒരു 27 വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത്. ഇരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുന മുർഷിദുന മഹബൂബുന സയ്യിദുന കന്നാലും മുല്ല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു അടുത്ത് ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ ഫള് ബർക്കത്ത് നമുക്ക് എല്ലാവർക്കും അല്ലാഹു മരണം വരെയും മരണശേഷവും നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൗലാ തങ്ങള് ഹളറത്തിൽ ഇപ്പൊ ഈ ഉള്ളവനെ അവിടെ എത്തിക്കണ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. മൗലാ നമുക്കൊരു നിയമത്ത് കിട്ടാൻ വേണ്ടിയാണ് വേറെ കാര്യം. നമുക്കൊരു നിയമത്ത് തരണം, അത് എത്തിക്കേണ്ട സമയത്ത് എത്തിക്കും എന്നാണ് ഞാൻ പറയുന്നതിന് ഉദാഹരണം മനസ്സിൽ ഓർമ്മ വന്നത് പറയാം. ഞാനൊന്ന് ഫറൂഖിൽ ജോലി ചെയ്യാം, ദർസെടുത്ത്. അപ്പോൾ ഞാൻ അതിൻ്റെ 2 ദിവസം മുമ്പ് ഒരു മനാമ് കണ്ടിരുന്നു. ആ നിയമത്ത് മശായിഖ് തരുന്നതായിട്ട്. നമ്മൾ പൊട്ടന്മാരല്ലേ, ഞാൻ പ്രത്യേകിച്ച് ഒരു അന്തല്ലാത്ത ഒരു പൊട്ടനാണ്. അപ്പൊ ആ മനാമ് കണ്ട സമയത്ത് ഞാൻ രാത്രി പകലൊന്നും നോക്കാതെ എഴുന്നേറ്റ് പോകണമായിരുന്നു. കാരണം അത് തരുന്നതാ കണ്ടത്, അത് തരുന്നതാണ് കണ്ടത്. അപ്പൊ കാണുമ്പോൾ എണീറ്റ് പോണ്ടേ. പക്ഷെ നമ്മൾ അലസത, അന്തല്ലായ്മ കാരണമായിട്ട് ഞാൻ പോയില്ല. 1 or 2 ദിവസമായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-ാമത്തെ ദിവസത്തെ സുബഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വരാന്തയിലൂടെ ഇങ്ങനെ നമ്മുടെ ഫർള അമലും ചെയ്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ നാട്ടിലുള്ള മശായിഖുമായിട്ട് ബന്ധമുള്ള വേറെ ഒരു ചെറുപ്പക്കാരൻ, ഒരു നാടൻ ചെറുപ്പക്കാരൻ. ചിലപ്പോൾ നാടന്മാരിൽ നിന്നും മൂല്യന്മാർക്ക് എഴുമ്പ് ഓടിക്കണ്ടാവും. സാധാരണക്കാരിൽ നിന്നും ചിലപ്പോൾ വിവരമുള്ള ആളുകൾക്ക് ചിലതിലൊക്കെ ഗുണപാഠങ്ങൾ ഉണ്ടാവും. ആലിമീങ്ങളിൽ നിന്ന് സാധാരണക്കാർക്ക് എഴുമിട്ടുന്നത് ശരിയാണ്. സാധാരണക്കാരിൽ നിന്ന് ആലിമീങ്ങൾക്ക് ഗുണപാഠങ്ങൾ കിട്ടും. കാഴ്ചയിൽ സാധാരണക്കാരാണെന്ന് തോന്നുന്ന ആളുകൾ ഒരു പക്ഷേ സാധാരണക്കാരാവണമെന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു എപ്പോഴും പോയിരുന്ന ഒരു മഹാനാണ് ഷൈബാനുർ റാഇ എന്ന് പറയുന്ന ഒരു ആടിനെ മേച്ചിരുന്ന ഒരു നാടൻ മനുഷ്യൻ. ജനങ്ങളുടെ കാഴ്ചയിൽ അദ്ദേഹം നാടനാണ്. പക്ഷെ അള്ളാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരുന്നു. വിലായത്തിനും തർബിയത്തിനും ഖിലാഫത്തിനും തെരഞ്ഞെടുത്തിരുന്നു. ശാഫിഈ ഇമാമ് അവരെ കാണാൻ പോകും, ദുആ ചെയ്യിപ്പിക്കും. ശാഫിഈ ഇമാമാരാ ലോകപ്രസിദ്ധ പണ്ഡിതൻ. ശാഫിഈ ഇമാമിന്റെ മർത്തബയും ദർജയും പറഞ്ഞറിയിക്കാൻ കഴിയില്ലല്ലോ. ആ ശാഫിഈ ഇമാമിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു മദ്ഹബിന്റെ ഇമാമാണ്, ലോകപ്രസിദ്ധ പണ്ഡിതൻ.
ഒരു ദിവസം ഉസ്താദും ശിഷ്യനും ഷാഫി ഇമാമും അഹ്മദ് ബിൻ ഹംബലും തങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഷൈബാനു റായി റളിയല്ലാഹു അൻഹു എന്ന് ഷാഫി ഇമാം എപ്പോഴും പോയി കൈപിടിച്ച് ദുആ ചെയ്യിപ്പിക്കാറുള്ള ഒരാടിനെ മേയ്ക്കുന്ന ഒരാൾ. അയാളെ കണ്ടപ്പോ അഹ്മദ് ബിൻ ഹംബൽ എന്ന ശിഷ്യൻ പറഞ്ഞു, എനിക്ക് മൂപ്പരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാണ്ട്, മൂപ്പരുടെ ഇൽമ എനിക്കൊന്ന് ചെക്ക് ചെയ്യണം, എന്റെ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം വ്യക്തവും സ്പഷ്ടവുമായ മറുപടി തരുന്നുണ്ടോ എന്ന് അറിയണം. ഷാഫി ഇമാം പറഞ്ഞ, അഹമ്മദെ, വെറുതെ വയ്യാവേലിക്ക് നിൽക്കണ്ട, വെറുതെ ആവശ്യമില്ലാത്ത പണിയെടുക്കണ്ട, അല്ല എനിക്ക് ചോദിക്കാതെ പറ്റൂല, ചിലതൊക്കെ അനുഭവത്തിലൂടെ അറിയേണ്ടി വരും, ഗുണപാഠങ്ങൾ സാധാരണക്കാരിൽ നിന്നും ചിലപ്പോൾ കിട്ടേണ്ടി വരും. അങ്ങനെ ചെന്നു ഷൈബാനു റായി റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ ചെന്ന് 2-3 ചോദ്യങ്ങൾ ചോദിക്കണം അഹ്മദ് ബിൻ ഹംബൽ. ശരീഅത്തിന്റെ ഫിഖ്ഹിന്റെ മസ്അലകളെ കുറിച്ചാണ് ചോദ്യം. പക്ഷെ ആ മസ്അലകളിലെല്ലാം താൻ അറിയാത്ത വിശാലമായ ഇൽമിന്റെ അസ്റാറുകളുടെ വലിയ വാതായനങ്ങളാണ് ഷൈബാനു റായി തങ്ങളിലൂടെ അഹ്മദ് ബിൻ ഹംബലിന്റെ തങ്ങൾക്ക് തുറന്നിരിക്കുന്നത്. സകാത്തിനെ കുറിച്ച് ചോദിച്ചു, നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചു. അപ്പോഴൊന്നും താൻ അറിയാത്ത മറുപടികളാണ്. 5 ഒട്ടകമുണ്ടെങ്കിൽ ഒരു ആട് കൊടുക്കണം, 40 ആടുണ്ടെങ്കിൽ ഒരു ആട് കൊടുക്കണം, ഇങ്ങനെയൊക്കെയാണ് സക്കാത്തിന്റെ നിയമങ്ങൾ. അതറിയോന്ന് പരിശോധിക്കാനാണ് മൂപ്പര് ചോദിച്ചു. അത് ചോദിച്ചപ്പോൾ ഷൈബാനു റായി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങളെ അരികിലുള്ള നിങ്ങൾ മനസ്സിലാക്കിയ മറുപടിയാണോ കിട്ടേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്യുന്ന മേഖലയിലുള്ള മറുപടിയാണോ വേണ്ടത്, അതല്ല ഞങ്ങളെ മറുപടിയാണോ വേണ്ടത്? അപ്പൊ തന്നെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് മനസ്സ് പെടയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 2 തരം മറുപടി ഒരു വിഷയത്തിനുണ്ടോ ചോദിച്ചു. അങ്ങനെ ഉണ്ടോ? അതെ, അങ്ങനെ ഉണ്ട്. നിങ്ങളെ അരികിലുള്ള മറുപടി ഇങ്ങനെയാണ്. ഉദാഹരണത്തിന് 5 ഒട്ടകമുണ്ടെങ്കിൽ ഒരാട് കൊടുക്കണം, 40 ആടുണ്ടെങ്കിൽ ഒരാട്, 121 ആടുണ്ടെങ്കിൽ 2 ആട് കൊടുത്താൽ മതി. അങ്ങനെ സംഖ്യകൾ മാറുന്നതിനനുസരിച്ച് എണ്ണങ്ങൾ മാറും. നിങ്ങളെ ലാഹിർ ശരീഅത്തിന്റെ ഫിഖ്ഹിന്റെ മസ്അല അനുസരിച്ച് അങ്ങനെ കൊടുത്താൽ മതി. പക്ഷെ ഞങ്ങളെ അരികിൽ 40 ആടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാട് അള്ളാന്റെ മാർഗത്തിൽ കൊടുത്താൽ പോരാ. 40 ആടുണ്ടെങ്കിൽ ആ 40ഉം അള്ളാഹ്ക്കുള്ളതാണ്. അതാണ് ഞങ്ങളെ മസ്അല. അഹ്മദ് ബിൻ ഹംബൽ കണ്ണു തള്ളിപ്പോയി. അങ്ങനെ 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. അവസാനത്തെ ചോദ്യം നിസ്കാരത്തിൽ സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. നിസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയാൽ സഹ്വിന്റെ സുജൂദ് കൊണ്ട് അത് പരിഹരിക്കപ്പെടും. ആ സംശയം ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ അരികിലുള്ള മറുപടിയാണോ അതോ ഞങ്ങളെ മറുപടി? അങ്ങനെയുണ്ടോ? അതേ ഉണ്ട്. നിങ്ങളുടെ അരികിൽ അത് സുജൂദ് ചെയ്താൽ പരിഹരിക്കപ്പെടും. ഞങ്ങളെടുത്ത്, അതായത് അള്ളാഹുവിന്റെ അസ്റാറുകളിൽ മുങ്ങിക്കുളിച്ച് ഇഷ്ക് മഹബത്തിലൂടെ ജീവിക്കുന്ന, അള്ളാഹുവിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തവരോ അല്ലെങ്കിൽ അവരുടെ കദമിലായവരോ ആയാൽ, അബൂബക്കർ ശൈഖായി നടന്ന ആളല്ല, അബൂബക്കർ ഒരു ശൈഖിന്റെ കദമിൽ കുറച്ചാണ്. അള്ളാഹു അവരെ പോലെ നമുക്കൊക്കെ സബാത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ അങ്ങനത്തെ ആളുകളോ അവരരികിലുള്ള മറുപടി കുറച്ചുകൂടി കടുപ്പം കൂടിയതാവും. നിങ്ങളടുത്ത് സഹുവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്ന കാര്യം ഞങ്ങളെ കാഴ്ചപ്പാടിൽ അയാളെ ശിക്ഷിക്കപ്പെടണമെന്നാണ്. കാരണം തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തുൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബത്തി. എന്നൊരു വൈദ്യൊരു മഹാൻ പാടി. നീ നിസ്കരിക്കുന്നു, നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം കൂടിയാണ്. ഖൽബില്ലാത്ത നിസ്കാരം, തുസല്ലി ബിലാ ഖൽബിൻ, ഖൽബില്ലാത്ത നിസ്കാരം. എന്തുണ്ട്? ബോഡിയുണ്ട്, ജഡമുണ്ട്, ആത്മാവില്ല നിസ്കാരത്തിന്. അത്തരം നിസ്കാരങ്ങൾ നിർവഹിച്ച യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബത്തി, ഒരു മനുഷ്യൻ കുറ്റക്കാരനാവുക ചെയ്യും. നിസ്കരിക്കണം എന്തിനാ? ആഖിറത്തിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന അമൽ നിസ്കാരം. അപ്പൊ അതിൽ സലാമത്താവണം എന്നത് സ്വർഗം കിട്ടണം, ഇതിനാ നിസ്കാരം. പക്ഷേ സാധാരണ എന്നെ പോലത്തെ ആളുകളൊക്കെ ചെയ്യുന്ന നിസ്കാരം കൊണ്ട് അഥവാ ഇനി സ്വർഗം കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ അത് തള്ളിപ്പോയി നരകം കിട്ടാനുള്ള സാധ്യത. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കട്ടെ. നിങ്ങൾക്കൊക്കെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവില്ല, എനിക്കറിയാം. എന്നാലും ഞാൻ എന്നെ പറ്റിയാ പറയണമെന്ന് മനസ്സിലാക്കി. അപ്പൊ ഇത് 2-3 വരി കഴിഞ്ഞാൽ പിന്നെ അവസാനം പറയുന്നുണ്ട്, നിന്നോടൊരാൾ അഭിമുഖമായി സംസാരിച്ചുകൊണ്ടിരിക്കുക,
ഫേസ് ടു ഫേസ് ആയിട്ട് രണ്ടാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്ററാണ് സംസാരിക്കും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ മുന്നിൽ വന്ന് വിഷയം അവതരിപ്പിക്കുന്ന വ്യക്തി നിന്റെ മുഖത്തേക്കല്ല നോക്കണം. അയാളെ എങ്ങോട്ടോ നോക്കിയിട്ട് നിന്നോടാ പറയണത്, പക്ഷെ നോട്ടം വേറെ അങ്ങോട്ടോ ആണ്. നിന്റെ അവസ്ഥ എന്തായിരിക്കും? ചപ്പക്കുറ്റിക്ക് കൊടുക്കൂലേ? നിനക്ക് കോപം വരും, ക്രോധം വരും, ദേഷ്യം വരും. അപ്പോ നീ അവതരിപ്പിക്കുന്ന മാറ്റർ എന്താ? എന്തിനാ സിറാത്തുൽ മുസ്തഖീം, ഇസ്തിഖാമത്ത് കിട്ടാനാ. അത് ആരോട് അവതരിപ്പിക്കണേ? കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്ന് സംശയമുള്ള ഒരാൾ മുന്നിലല്ല, ജഗന്നിയന്താവായ പടച്ച തമ്പുരാന്റെ മുന്നില്ല. അവൻ നിന്നെ കാണുന്നു എന്ന കാര്യം ഉറപ്പാണ്. അവൻ നിനക്ക് സഹായിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അവന് തരാൻ കഴിയുന്നുള്ള കാര്യം ഉറപ്പാണ്. നീ ഒരാളോട് 1 ലക്ഷം രൂപ ചോദിച്ചാൽ അവൻ അത് പരിഗണിക്കുമോ എന്നുള്ളത് അറിയില്ല. അയാളിനി ഉണ്ടെങ്കിൽ തന്നെ തരുമെന്ന് അറിയില്ല. അയാൾ ലുബ്ധനാണോ പിഷ്കനാണോ എന്നറിയില്ല. അയാൾ ഒരു പക്ഷേ മനസ്സിൽ ഇയാളോട് ശത്രുത വെക്കുന്ന ആളാണോ എന്ന് പോലും അറിയില്ല. റബ്ബ് തആല അങ്ങനല്ല, അടിമയ്ക്ക് വേണ്ടിയാണ്. ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും ഓരോ മൈക്രോ സെക്കൻഡുകളും അടിമയുടെ ഖൈറ് മാത്രമാണ് അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു റബ്ബ്, എല്ലാം തരുന്ന റബ്ബിന്റെ മുന്നിൽ മനുഷ്യൻ നിന്നിട്ട് പച്ചക്കള്ളം പറയാം. അപ്പോ നിന്നോടൊരാളങ്ങനെ പ്രധാനപ്പെട്ട ഒരു മാറ്റർ അവതരിപ്പിക്കുമ്പോൾ അയാൾ ശ്രദ്ധ തിരിച്ചാൽ നിന്റെ ചേലും കോലം മാറൂലേ? അപ്പൊ നിന്റെ റബ്ബ് എത്ര സഹിക്കുന്നുണ്ടാവും നിന്നേക്ക് എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ശൈബാനുറായി അഹമ്മദ് മുഹമ്മദ് തങ്ങളോട് പറഞ്ഞു കൊടുത്തു, അള്ളാഹിന്റെ മുന്നിൽ നിസ്കരിക്കുക മുനാജാത്ത്. എന്നിട്ട് അതിൽ മറവി, എത്ര റക്അത്ത് നിസ്കരിച്ചു, എത്ര സുജൂദ് ചെയ്തു, ഫാത്തിഹ ഓതിയോ ഓതിയില്ലേ, എന്നിട്ട് അവസാനം ഇടയിൽ അത്തഹിയാത്തിന് ഇരുന്നില്ലേ? അഹിയാത്ത് സുന്നത്തിൽ ഫർള് പോയാലും സുജൂദ് കൊണ്ടൊന്നും പരിഹരിക്കില്ല വേറെ കാര്യം. അല്ല, ഞാൻ നിസ്കരിച്ച 4 5 റക്അത്തോ, അതൊക്കെ സുജൂദ് കൊണ്ട് പരിഹരിക്കുന്ന വിഷയമാണ്. ഇങ്ങനെയൊക്കെ സംശയങ്ങൾ വന്നു. ഖുനൂത്ത് മറന്നോ ചൊല്ലിയോ എന്നൊക്കെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രകാരം സുജൂദ് ചെയ്താൽ പരിഹരിക്കപ്പെടും. ഞങ്ങളെ കാഴ്ചപ്പാട് പ്രകാരം അവനെ ഇറച്ചിക്ക് വേദനാക്കണം, കൈകാര്യം ചെയ്യണം, വെട്ടിക്കൊല്ലണം. അള്ളാഹിന്റെ മുന്നിൽ നിന്നിട്ട് റബ്ബിനെ കളിയാക്കണോ? ഈ ചോദ്യം മറുപടി കേട്ടപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഖറ മഗ്ശിയൻ അലൈഹി, ബോധരഹിതനായി നിലത്ത് വീണു. ബോധം കിട്ടുമല്ലോ. കുറെ കഴിഞ്ഞപ്പോ ബോധം കെടുത്തു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉസ്താദ് അടുത്ത് തെളിഞ്ഞപ്പോ ചോദിച്ച, അഹമ്മദെ എങ്ങനെയുണ്ട് പോന്നു? ഞാൻ നേരത്തെ പറഞ്ഞതാ കളിക്കാൻ പോണ്ട എന്ന് പറഞ്ഞതാ. എങ്ങനെയുണ്ട്? അപ്പൊ അതുകൊണ്ട് നമുക്കതിൽ ഒരുപാട് ഗുണപാടുണ്ട്. എന്ത്? നമ്മളിപ്പോ മോശക്കാരാന്ന് കരുതുന്ന ആൾക്കാർ റബ്ബിന്റെ അടുത്ത് വലിയവരായിരിക്കാം. നമ്മളൊന്നുമല്ല എന്ന് വിചാരിക്കുന്ന ആളുകളാകാൻ ചിലപ്പോൾ വലിയ ദർജയിലുള്ളത്. അതുകൊണ്ട് ആരോട് നമ്മൾ കളിക്കാൻ പോകരുത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം ആരെയും കുതിര കയറാം, എന്തും പറയാം. പ്രത്യേകിച്ച് അള്ളാന്റെ ആൾക്കാരെ കൈകാര്യം ചെയ്ത് ചില ആളുകൾക്ക് വലിയ സന്തോഷം. പക്ഷെ അവരുടെ മാംസം വിഷമാണെന്ന് പലർക്കും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വഇൻ തുതിഖ ഹർറ ശംസിൻ ലാ തുതീഖു അലാ റംലിൻ തവഖഅ ഫീഹി ഹർറുഹാ അബദ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റുസാന എന്ന് പറഞ്ഞ കിതാബിലുള്ള വൈത്ത്. നിനക്കൊരു പക്ഷേ സൂര്യന്റെ താപം സഹിക്കാൻ കഴിഞ്ഞേക്കാം. നട്ടുച്ച നേരത്ത് കുപ്പായം ഊരിയിട്ട് സൂര്യന്റെ വെയിൽ കൊള്ളാൻ നിനക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ ആ സൂര്യന്റെ താപമേറ്റ് ചുട്ടുപഴുത്ത് കിടക്കുന്ന മണൽപ്പരപ്പ്, ആ മണൽപ്പരപ്പിൽ നഗ്നപാതനായി 1 സെക്കൻഡ് കാല് വെക്കാൻ നിനക്ക് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. സൂര്യന്റെ ചൂട് ഞാൻ നേരിട്ട് ഏൽക്കുന്നു, കുഴപ്പമില്ല. സൂര്യന്റെ ചൂടേറ്റ് കിടക്കുന്ന മണലിൽ ചവിട്ടാനും കഴിയണില്ല എന്ന് വെച്ചാൽ അള്ളാഹു ഗഫൂറുർ റഹീമാണ്, അള്ളാഹു കരുണക്കടലാണ്. അവൻ വല്ലാതെ അഫൂ ചെയ്യും, വല്ലാതെ വിട്ടുതരും. അല്ലെങ്കിൽ നമ്മളൊക്കെ ഭൂമിയിലുണ്ടാവും, എന്നോ ഭസ്മായി പോയിട്ടുണ്ടാവില്ലേ. അള്ളാഹു വല്ലാതെ വിട്ടുതരും. പക്ഷെ അള്ളാഹിന്റെ ആൾക്കാരോട് കളിച്ചാണ്ടല്ലോ പൊള്ളിപ്പോവും. അതുകൊണ്ട് അവരവരെ വഴിക്ക് വിടലാ നല്ലത്. കഴിയുമെങ്കിൽ അവരെ സ്നേഹിക്കാം, അല്ലെങ്കിൽ അവരെ ശിഷ്യത്വം സ്വീകരിക്കാം, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് പോവാതെ അവനവനെ പണി നോക്കുക. മഹാന്മാരെ നോവിക്കാൻ പോകരുത്, സാലിഹ്യങ്ങളെ വേദനിപ്പിക്കാൻ പോകരുത്. ഭയങ്കര ദുരന്തമായി മാറും. അള്ളാഹു നമ്മളെയൊക്കെ കാത്ത് രക്ഷിക്കട്ടെ. അതൊക്കെ ഇപ്പൊ നിങ്ങൾ മൂല്യന്മാര് പറഞ്ഞുണ്ടാക്കണല്ലേ.
ഏറ്റവും വലിയ ഔലിയാക്കൾ ആരാ? ഏറ്റവും വലിയ ഔലിയാക്കൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ. സഹാബത്ത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹാബത്താണ് ഏറ്റവും വലിയ ഔലിയാക്കൾ. ആ ഔലിയാക്കൾക്ക് ഇങ്ങനത്തെ വലിയ കറാമത്തുകളൊന്നും, അല്ലെങ്കിൽ അവരെ തൊട്ടവർക്ക് ഇങ്ങനത്തെ വല്ല മുസീബത്ത് സംഭവിച്ചൊന്നുമായിട്ടൊന്നും അവിടെ കേട്ടിട്ടില്ലല്ലോ. പിന്നെ ഇതിപ്പോ ഇന്നൊന്നല്ലേ തുടങ്ങിയിട്ട് മൗലിയന്മാരുണ്ടാക്കിയതാണോ എന്നൊക്കെ ഒരു ധാരണ ഉണ്ടാവും. അത് നമുക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. സാക്ഷാൽ മുബ്തദിഈങ്ങളുടെ അപ്പോസ്തലനായി വാഴ്ത്തപ്പെടുന്ന ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞ ഒരാള്, അയാൾ എഴുതിയൊരു കിതാബുണ്ട്, അൽ-ഫുർഖാനു ബൈന ഔലിയാഇ ശൈത്താൻ ബൈന ഔലിയാഇ റഹ്മാനി വബൈന ഔലിയാഇ ശൈത്താൻ. അതാണ് കിതാബിന്റെ പേര്. ആ കിതാബിൽ അയാൾ ഒരുപാട് ചരിത്രം പറയുന്നുണ്ട്. നമ്മൾ സുന്നി മൂല്യന്മാരോ സംസ്ഥക്കാരോ ഒന്നുമല്ല. ഇബ്നു തൈമിയ്യ എഴുതുന്ന ഒരേ ചരിത്രം, കുറെ സംഭവം, ഒന്നൊന്നല്ല, പഠനാർഹമായ കുറെ സംഭവങ്ങൾ. അതില് മഹാന്മാരായ സഹാബത്തിന്റെ അവരെ തൊട്ട് പൊള്ളിയതിന്റെ ചരിത്രം ഒന്നിലധികം രേഖപ്പെടുത്തപ്പെട്ടു. നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി പറയണയാണ്, ഞാൻ വലിയ ആളായിട്ട് പറയല്ല. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന മഹാനായ ഒരു സ്വഹാബി, ഒരൊറ്റ സംഭവം മാത്രം പറയാം. ഈ സംഭവം ഞാൻ മറ്റുള്ള കിതാബുകളെ ഉദ്ധരിക്കല്ല ചെയ്യുന്നത്, മറിച്ച് ഇബ്നു തൈമിയ്യയുടെ അൽ ഫുർഖാൻ എന്ന കിതാബ് ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത്. ആ കിതാബില് മുബ്തദിഈങ്ങളുടെ, ഇവിടുത്തെ എല്ലാ പുത്തനാശയക്കാരുടെയും തലവനായ ഇബ്നു തൈമിയ്യ എഴുതുന്നുണ്ട്. ആർക്കൊന്നും ശരിക്കാൻ കഴിയില്ല. എന്താ എഴുതുന്നത്? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് ഒരു അയൽവാസി പെണ്ണ്. ഈ പെണ്ണിന് സഅദ് തങ്ങളോട് ഭയങ്കര വെറുപ്പാണ്. അങ്ങനെ മഹാന്മാരോട്, സാലിഹ്യങ്ങളോട് കാരണമൊന്നുമില്ലാതെ വെറുപ്പ് വെച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അത് ഭയങ്കര ദുരന്താവും എന്നുള്ളത് അവർക്ക് അറിയില്ല. അങ്ങനെ വല്ലാത്ത വെറുപ്പാണ്. മൂപ്പരങ്ങനെ കുറ്റം പറയും സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി. അവസാനം അവൾ പറഞ്ഞുണ്ടാക്കിയ ഒരു അപരാധം, മൂപ്പര് എന്റെ ഭൂമി മോഷ്ടിച്ചിട്ടുണ്ട്, എന്റെ ഭൂമി മോഷ്ടിച്ചിട്ടുണ്ട്, എന്റെ അതിർത്തി, ഭൂമിയുടെ അതിര് അയാൾ കവർന്നെടുത്തിട്ടുണ്ട്, അതിരിൽ സ്ഥാപിച്ചിരുന്ന കല്ല് ഇപ്പൊ അവിടെ കാണാനില്ല, ആ കല്ല് പറിച്ചെറിഞ്ഞ് എന്റെ ഭൂമി അദ്ദേഹം അനധികൃതമായി അധീനപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് ചില്ലറയൊന്നുമല്ല വേദനിച്ച്. ഒന്നാമത് അവരതിന് പോവില്ല, സഹാബത്താണ്, അവർ തീരെ പോവില്ല. ആരാന്റെ ഒരു പുൽക്കൊടി പോലും സമ്മതമല്ലാതെ അവർ തൊടില്ല. അങ്ങനത്തെ ഒരു മഹാനായ ഒരു സ്വഹാബി വര്യനെ കുറിച്ച് ആരാന്റെ ഭൂമി അപഹരിച്ചു എന്ന് പറഞ്ഞുണ്ടാക്കണമെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏൽപ്പിച്ച മുറിവിന്റെ ആഴം അത് വർണ്ണിക്കുന്നതിലും അപ്പുറത്താണ്. മഹാനവറുകൾ വല്ലാതെ അനുഭവിച്ചു. ആളുകളൊക്കെ അങ്ങാടി കൂടെ പറഞ്ഞു നടക്കാം, അതായത് അർവ എന്നാണ് പെണ്ണിന്റെ പേര്. അർവയുടെ ഭൂമി മോഷ്ടിച്ചു അത്രേ. മഹാനവറുകളെ മനസ്സ്, അഭിമാനമാണ് ഏറ്റവും വലുത്. ആരോഗ്യത്തിനേക്കാളും സമ്പത്തിനേക്കാളും ഏറ്റവും വലുത് അഭിമാനമാണ്. അഭിമാനത്തിനേക്കാളും വലിയൊരു സമ്പത്തില്ല. അതിന് കോടികൾ വില കൊടുത്താൽ കിട്ടാത്തൊരു മുതലുമാണ്. മഹാനവറുകളുടെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കപ്പെട്ടതിൽ സങ്കടപ്പെട്ടു. വീണ്ടും 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 അവൾ ഇങ്ങനെ പുലമ്പിയ സമയത്ത്, അങ്ങനെയാണല്ലോ, വല്ലാതെ കുത്തുമ്പോ ചിലപ്പോൾ നീർക്കോലി വരെ കടിച്ചേക്കാം. കടിക്കാത്ത വിഷമില്ലാത്ത സാധനം വരെ വല്ലാതെ തന്നെ കുത്തി നോവിച്ചാൽ ചിലപ്പോൾ അതിന് വിഷമുണ്ടായി എന്നൊക്കെ വരും. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹു കൈ പൊന്തിച്ചു ആകാശത്തിലേക്ക്. അള്ളാഹുവേ വല്ലാതെ വേദനിപ്പിച്ചു പഠിച്ചോനെ, ഞാനതിന്റെ അഭിമാനാണ് ക്ഷതമേൽപ്പിക്കപ്പെട്ടത്. ഞാൻ ആരെയും ഒരു തരി മണ്ണ് പോലും കവർന്നെടുക്കാൻ പോവാത്ത എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാക്കിയാലോ പഠിച്ചു. അതുകൊണ്ട് രണ്ട് കാര്യം അദ്ദേഹം പറഞ്ഞു. അല്ലാഹുമ്മ അഅമി ബസറഹ വഅമിച്ച്ഹാ ഫീ അർദിഹ. പഠിച്ചോനെ അവളെ കണ്ണു പൊട്ടിപ്പോണം, ആ മണ്ണിൽ കിടന്ന് അവൾ മരിക്കണം. സഹിക്കാൻ കഴിയാനായിട്ട് പറഞ്ഞു പോരാ, അവരെങ്ങനെയെങ്കിലും പറയില്ല, പക്ഷെ പറഞ്ഞ അള്ളാഹ് കേൾക്കും. അബറ, എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹിനോട് അവർ പറഞ്ഞ അള്ളാഹ് പുലർത്തി കൊടുക്കും. അതാണ് അള്ളാഹുവിന്റെ അടിമറി. അങ്ങനെ മഹാനവരുടെ ദുആ കഴിഞ്ഞു. പിറ്റേന്ന് അർവ അവളാ പറമ്പ് കൂടെ ഇങ്ങനെ നടന്നു. അതിനു മുമ്പ് മൂപ്പരുടെ ആഗ്രഹം ഉണ്ടായിരുന്നു, പഠിച്ചവനെ അവൾ മരിക്കുന്നതിന് മുമ്പ്, അവളെ കണ്ണ് പോണതിന് മുമ്പ് ഹക്ക് നീ അവൾക്ക് കാണിച്ചു കൊടുക്കണം. അതാണ് ആദ്യത്തെ ദുആ. ഞാൻ അവളെ ഭൂമി കവർന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ആദ്യം അവൾക്ക് കാണിച്ചു കൊടുക്കണം. പിന്നെ അവളൊന്നും കാണണ്ട, കണ്ണ് പോകണം. പിന്നെ അവൾ അവിടെ തന്നെ മരിക്കണം. എനിക്ക് സഹിക്കാൻ വയ്യ പഠിച്ചവനെ, അത്രയും വേദനിച്ചു മഹാനവൾ. പിറ്റേന്ന്
ശക്തമായൊരു കാറ്റടിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ പരിചയമുള്ളവർക്കറിയാം, അവിടെ ചിലപ്പോൾ മണൽ കൂമ്പാരം ഇല്ലാത്തടത്ത് മണൽ കൂന കാണാം. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ മണൽ കൂന അവിടെ കണ്ടോളണമെന്നില്ല. കാരണം ഈ പൊടിക്കാറ്റടിക്കുമ്പോൾ ആ മണ്ണ് അവിടുന്ന് കറക്കി കൊണ്ടുപോയിട്ട് വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മണൽ കൂമ്പാരായിട്ട് എന്നതുപോലെ ഇവരുടെ അതിരിൽ എങ്ങനെയോ മണൽ കൂമ്പാരം വന്ന് അടിഞ്ഞ് അവിടെ കുഴിച്ചിട്ട കല്ല് മറിഞ്ഞു പോയതായിരുന്നു. സഅദ് തങ്ങൾ നിരപരാധിയാണ്. പെട്ടെന്നൊരു കാറ്റടിക്കുന്നു, അന്തരീക്ഷത്തിൽ മാറ്റം വരികയാണ്. കാറ്റടിച്ച് അവിടെയുള്ള മണലുകളൊക്കെ അങ്ങ് പാറി മറിഞ്ഞു. നോക്കുമ്പോൾ അവൾ കുഴിച്ചിട്ട് അതേ പോയിന്റിൽ ആ അതിരി കല്ല് അവിടെ നിൽക്കും. മാഷാ അല്ലാഹ്. സത്യം ബോധ്യപ്പെടുത്തിയതിന് ശേഷം അവളുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുകയാണ്. ഇത് ഇബ്നു തൈമിയ്യ എഴുതിയതാട്ടോ. ഇനിയിപ്പോ അത് മൂലിയർ അവിടെ അബുഖാന്റെ ആണ്ടിൽ ഒരു മൂലിയർ എന്താണ് മായാവി കഥ പറഞ്ഞു എന്ന് പറയണ്ട. ഇബ്നു തൈമിയ്യ എഴുതിയിട്ടുണ്ട് അൽ ഫുർഖാൻ എന്ന കിതാബ്. അങ്ങനെ ആ സത്യം ബോധ്യപ്പെട്ടതിന് ശേഷം അവളെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. പിന്നീട് അവളിങ്ങനെ വടിയും കുത്തി വേച്ച് ഇങ്ങനെ നടക്കുക. അപ്പൊ ആൾക്കാർ ചോദിക്കും, എന്ത് സംഭവിച്ചു അറുവ? അവള് പറയും, അസാബത്തിനി ദഅവത്തു സഅദ്. സഅദിനെ പറ്റി ഞാൻ അപരാധം പറഞ്ഞുപോയി, പറഞ്ഞത് അസത്യമായിരുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ സഅദ് വേദനിച്ചു, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എനിക്ക് കേടായി ഭവിച്ചു, എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇത് പറഞ്ഞ് അവള് വടി കുത്തി പിടിച്ച് ഇങ്ങനെ നടക്കും. അങ്ങനെ ഒരു ദിവസം അലക്ഷ്യമായ നടത്താണ്, ദിശ അറിയില്ലല്ലോ. അങ്ങനെ നടക്കുന്നതിനിടയിൽ അതേ പറമ്പിൽ ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു. ആൾമറയില്ലാത്തൊരു പൊട്ടക്കിണർ. അവൾ വടി കുത്തി പിടിച്ച് ദിശ അറിയാതെ എങ്ങോ നടന്നുപോയി, കാല് തെന്നി ആ കിണറിൽ തലയടിച്ച് വീണു. അതിൽ കിടന്നവൾ മരിച്ചു. മാഷാ അല്ലാഹ്. അപ്പോ അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ടവര് വേഷത്തിലും കോലത്തിലും ഒന്നും ചില പറഞ്ഞോളന്നില്ല. അപ്പൊ വലിയ കമ്മീസൊക്കെ കിട്ടും, വലിയ നിലയിൽ കിട്ടും, വലിയ താടിയൊക്കെ വെച്ചിടുന്നോണ്ട് അത് തെളിവല്ല. എന്നാലോ സാലിഹ്യങ്ങൾ ആ വേഷം ധരിച്ചവരാണ്. നമ്മൾ അവരെ അനുധാവനം ചെയ്യുന്നു എന്ന് മാത്രം. സാലിഹ്യങ്ങളൊക്കെ ആ വേഷം ധരിച്ച മഹാന്മാരും സൂഫിയാക്കളും ഉസ്താദുമാരും മശായിഖന്മാരൊക്കെ അങ്ങനെ ധരിച്ചിട്ടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖമീസ് ധരിച്ചിട്ടുണ്ട്, തലപ്പാവ് കെട്ടിയിട്ടുണ്ട്. ആ ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വേഷം കൊണ്ടോ ഭാഷ കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒന്നും അള്ളാന്റെ അടിമകളിൽ നിന്ന് മഖ്ബൂലാര് മർദൂദാര് എന്നോ സാലിഹാര് താലിഹാര് എന്നൊന്നും തിരിച്ചറിയപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ അടിമകളിൽ ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ ഹക്കായ ദീൻ പുലർത്തപ്പെടാനുള്ള ആളുകളെ അള്ളാഹു ഏൽപ്പിക്കും. അതിൽ ലാഹിർ ശരീഅത്തനുസരിച്ച് അങ്ങനെ നടക്കണേ നമ്മളെ പോലത്തോരുണ്ടാവും. ലാഹിർ അനുസരിച്ച് ബാത്തിനിൽ ഉള്ളിക്കൊന്നും ഇറങ്ങി പോണില്ല, കുഴപ്പമില്ല. പക്ഷെ നിസ്കാരം ഒന്നും നേരത്തെ പറഞ്ഞ മാതിരി ആകരുത്. അള്ളാഹിനെ മുന്നിൽ നിർത്തിയിട്ട് ആരോടെങ്കിലും വർത്താനം പറയണത് അള്ളാഹിനോട് കൊഞ്ഞനം കുത്തന മാതിരിയാണ്. അങ്ങനൊന്നും ആകരുത്. ശരീഅത്തിന്റെ ആൾക്കാരാണെന്നും പറഞ്ഞ് വലിയ കമാലിയത്തുണ്ടെന്നും പറഞ്ഞ് നുണ പറഞ്ഞിട്ട് വസാരിമാൻ പറഞ്ഞ മാതിരി ഒരു ദിവസം 5 വട്ടം നുണ പറയും ഒരു മനുഷ്യൻ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഫാസ്റ്റ് നുണ. അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവനാണ്. എന്നിട്ട് പറയണം, അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ എൻ്റെ എല്ലാം നേരിടിച്ചിരിക്കും. അപ്പോഴും അവന്റെ മനസ്സ് എങ്ങോട്ടോ നേരിട്ടിട്ടുണ്ടാകാം. ആ നേരിട്ടവനാണ് അവന്റെ അള്ളാഹ് എന്ന് സങ്കല്പിക്കുന്നുവെങ്കിൽ അവന്റെ അവസ്ഥ എന്താ? അള്ളാഹു നമ്മളെ ഈമാൻ സലാമത്താക്കട്ടെ. അപ്പോ തന്നെ ഹദ്റത്തിൽ നിന്ന് അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഓർമ്മ വരുന്നത് പറയുന്നു മാത്രം. അതുകൊണ്ടാണ് ശൈഖുൽ മശായിഖ് റസൂൽ ആലം ഖുതുബുൽ അഖ്താബ് ശൈഖ് സയ്യിദ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു മനുഷ്യന്മാര് തൗഹീദിന്റെ ആൾക്കാരാണ് എന്ന് പറയുന്നവരും അവർ കൽബിൽ പലതും പ്രതിഷ്ഠിച്ച് അതിനെ പൂജിച്ച് നടക്കുകയാണ്. കൽബിൽ ഉള്ള പ്രതിഷ്ഠയെ പറ്റിയാ പറയുന്നത്. അവനെ മനസ്സാകുന്ന ദേവസ്ഥാനത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ അവൻ സ്ഥാപിച്ചിരിക്കുന്നു ഭൗതികമായ ഓരോ പ്രതിഷ്ഠകൾ. ആ പ്രതിഷ്ഠകളെ മനസ്സിൽ വെച്ചിട്ട് നടക്കുകയാണ്. അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന് പറയും ചെയ്യാം. പക്ഷെ ആ സമയത്ത് തന്നെ കൽബിൽ കിബറുണ്ട്, റുജുബുണ്ട്, റിയാറുണ്ട്, സുമനത്തുണ്ട്, ശഹവത്തുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ ഓരോ പ്രതിഷ്ഠകളാണ്. അതിനെയും താലോലിച്ച് അതിനെയും പൂജിച്ച് ഇങ്ങനെ നടക്കണം മനുഷ്യൻ. ആ എല്ലാം തലകുത്തി വീഴണമെങ്കിൽ തലകുത്തി വീഴണമെങ്കിൽ ഒരുപക്ഷെ ഒരു ഇബ്രാഹിം വരണം. ഇബ്രാഹിം വന്നങ്ങനെ കുറെ പണി എടുക്കേണ്ടി വരും. ഇബ്രാഹിം നബി കുറെ കോടാലി കൊണ്ട് പണിയെടുത്തിട്ട്. എന്നാൽ ഒരു മുഹമ്മദ് വന്നാൽ അതിനേക്കാളും മെച്ചപ്പെടും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി എന്ന കുട്ടി മക്കയിൽ ആമിന ഉമ്മയുടെ മടിയിലേക്ക് വന്നപ്പോഴേ
تنكستم قلوبا فما ذاك كلنا ومن حزننا قد ضرت العير بالسجن. വിശദീകരിക്കാൻ പ്രയാസം. തലകുത്തി വീണു ലോകത്ത് മുഴുവൻ ജനിച്ചപ്പോഴും അതാ നടക്കേണ്ടത്. പക്ഷെ പറയാൻ എളുപ്പമാണ്. ഈ കൽബാകുന്ന പ്രപഞ്ചത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് തലകുത്തി വീഴണമെങ്കിൽ അവിടെ ഒരു മുഹമ്മദിയ വെളിച്ചം വരണം. മുഹമ്മദ് ജനിക്കണം. ആ മുഹമ്മദ് അവിടെ ജനിച്ചവർക്ക് തലകുത്തി വീണു. അതേ മാർഗുള്ളൂ. അത് തലകുത്തി വീഴാതെ മനുഷ്യന്റെ ഈമാൻ കാമിലെന്നാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. പിന്നെ കൽബിലുള്ള വേറൊരു പ്രതിഷ്ഠയാണ് ഇത് പണം, സമ്പത്ത്. ഗൗസുലിനെ സംബന്ധിച്ച് സമ്പത്തില്ലാതെ ദുനിയാവ് ജീവിക്കാൻ നിന്റെ ന്യായം അതല്ലേ? സമ്പത്തില്ലാതെ ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ ആയിക്കോട്ടെടോ, സമ്പത്ത് ഉണ്ടാക്കിക്കോ നീ. ഗൗസുൽ ആദം വലിയ മുതലാളിയാണ്. പക്ഷേ നമ്മുടെ കീശ എവിടെ ഉണ്ടാകുക? ഹൃദയത്തിന് നേരെ മേലെ. ഈ ഭാഗത്തല്ല കീശടിക്കാറില്ല. വലതിനെ മുന്തിക്കുക എന്നുള്ള ആൾക്ക് വലത്തെ ഭാഗത്തല്ലേ കീശടിക്കണം. പക്ഷെ പോക്കറ്റ് അടിക്കല് നമ്മൾ ഹൃദയത്തിന് നേരെ മേലെ. അത് വലിയൊരു സൂചനയാണ്. എന്താ സൂചന? കീശയിലാണ് കാശ് വെക്കേണ്ടത്, കൽബിലല്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സമ്പത്ത് എടുത്തിട്ട് അതിനെ പുറത്തൊരു അറുണ്ടാക്കുക. അതാണ് ഈ കീശ. അതിൽ വെക്കുക. നിങ്ങളുടെ നിർദ്ദേശം അതൊക്കെയാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. അതിലൂടെ ഈമാൻ സലാമത്താവുള്ളൂ. അല്ലാതെ ദുനിയാവിന്റെ ഇപ്പൊ ഒരുപാട് ഒച്ചപ്പാടുകളാണ്. അതിന്റെ പിന്നാലെ അങ്ങനെ പോയാൽ അങ്ങനെ അങ്ങോട്ട് ഒഴുക്കിൽപ്പെട്ട് എവിടെയും ചുഴിയിൽ ചെന്ന് വീടാം. അള്ളാഹു നമ്മളെയും എല്ലാ മോമിനികളെയും കാത്തു രക്ഷിക്കട്ടെ. ഷായിഖിന്റെ ഒപ്പം കൂടിയെങ്കിലും കഴിച്ചിലവുള്ളൂ മോമിനികൾ. അപ്പോ കൽബിൽ നിന്ന് അതെടുത്ത് മാറ്റി വെച്ചെങ്കിൽ റസൂലുള്ള ജനിച്ചെങ്കിലേ നടക്കുള്ളൂ. അതിന് ഒരു ഉദാഹരണം നീട്ടി പറയാം. ഒരു ഉദാഹരണം കൂടി പറയാം. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവർ ദാറുന്നദുവയിലെ സീനിയർ തലവന്മാരിൽപ്പെട്ട ഒരാളെ, ഒരു ഭാഗത്ത് അബൂജഹൽ, ഉത്ബ, ശൈബ, വലീദ്, വാഹിൽ, അതേമാതിരി ഹംസ, ഉമർ, ഇവരൊക്കെയാണ് അന്നത്തെ അതിന്റെ വലിയ ആൾക്കാർ. അവരുടെ കണ്ണിൽ കരടായിട്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ തൗഫീഖുള്ളവർ വന്നു. ഹംസ റളിയല്ലാഹു അൻഹു വന്നു. അല്ലാഹുമ്മ അയ്യിദ് ഹാദ ദീന ബിഅഹദിൽ ഉമറൈൻ. രണ്ടും ഒരാളെ കൊണ്ട് ഈ ദീന ശക്തി തരണേ പഠിച്ചവനെ. ഒന്ന് അബൂജഹലായിരുന്നു, ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബായി. പക്ഷെ അള്ളാഹു ആ തൗഫീഖ് കൊടുത്തത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രണ്ടാളൊരാളെ കൊണ്ട് ദീൻ ശക്തിപ്പെടുത്തണേ എന്ന് റസൂൽ ദുആ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഉമർ വരണേ. പക്ഷെ ഉമർ വരുമ്പോ കയ്യിൽ ഒരു മൂർച്ചയുള്ള ഖഡ്ഗം. ലക്ഷ്യം ഒരാളെ തലവെട്ടൽ. സ്വപ്നം കാണുന്നത് 100 ഒട്ടകം ഇനാമായി കിട്ടുന്നത്. അങ്ങനെയാ വരുന്നത്, അല്ലാതെ വയറിലേക്കാൻ വന്നതല്ല. സത്യം അങ്ങനെയാ വന്നത്. കാരണം ദാറുന്നദുവയിൽ നിന്ന് ഒരു വിളംബരം വന്നതാ. പോയിട്ട് മുഹമ്മദിനെ തലെടുത്ത് വരുന്നവർക്ക് 100 ഒട്ടകം. അറബികൾക്ക് ഒട്ടകത്തെക്കാളും ഇഷ്ടമുള്ള സമ്പത്ത് വേറില്ല. എന്ന് പലപ്പോഴും കാണാൻ ഹദീസിലൊക്കെ ചുവന്ന ഒട്ടകങ്ങൾ അവർക്ക് ഭയങ്കര ഒരു വീക്ക്നെസ് ആണ്. അത് നല്ല നല്ല മുറ്റുള്ള ഒട്ടകങ്ങളാണ്. അങ്ങനത്തെ ഒരു 100 കിട്ടിയാൽ പിന്നെ പോണ്ടാവും. അമ്പം മുതലാളിയായി അന്നത്തെ. അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പലരും പല വഴിക്ക് പോയി. ഉമർ ഇറങ്ങി പോണ പോക്കിലാണ് ഒരു പാരായണ ശബ്ദം കേൾക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. സൂറത്ത് ത്വാഹ എന്ന പരിശുദ്ധ സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്യും. മാഷാ അല്ലാഹ്. ആരാപ്പ തോന്നുന്നത്? പെങ്ങളെ വീടിന്റെ മുന്നിലൂടെ പോണത്. നോക്കുമ്പോ പെങ്ങൾ ഫാത്തിമാന്റെ വീട്ടിൽ നിന്നായിക്ക് ഉമർ കയറി. ഫാത്തിമാന്റെ വീടിനുള്ളിലേക്ക് ഉമർ കയറുമ്പോ ഉറപ്പാ അവർക്ക് തീരുമാനാവും. അളിയന് പെരന്റെ മേലെ അട്ടത്ത് കയറി വിളിച്ചു. ഫാത്തിമാന്റെ ഭർത്താവ് വിളിച്ചു. ഫാത്തിമ എന്റെ മകനാ. ഉമറിന്റെ പെങ്ങളാണെങ്കിൽ ആ ധീരത ഉണ്ടാവുമല്ലോ. അവിടെ നിന്നു. അപ്പൊ എന്താ, ആരോ പറഞ്ഞതാ പോണ വിളിക്കുക. എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചു. ഞാൻ മുഹമ്മദിനെ തീരുമാനാക്കാൻ പോവാണ്. മുഹമ്മദിനെ തീരുമാനാക്കുന്നതിന് മുമ്പ് എന്റെ പെങ്ങളെ കാര്യം തീരുമാനാക്കിയിട്ടില്ല എന്ന് ആരോ പറഞ്ഞപ്പോഴാണ് പെങ്ങളെ വീടിന്റെ മുന്നിലൂടെ പോകാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് പെങ്ങളെ അവിടുന്ന് ഓത്ത് കേട്ടത്. ആ ഓത്തിന്റെ പാരായണ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഉമറിന് എന്തോ ചില മാറ്റങ്ങളൊക്കെ വന്നിരുന്നു. ഏതായാലും അവിടുന്നാണ് പിന്നെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് പോണത്. റസൂലുള്ളാഹിയുടെ ഹദ്റത്തിൽ എത്തി ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ ആ വാക്ക് നമ്മൾ കടമെടുത്ത് പറഞ്ഞാൽ, ഹബീബേ
നേരത്തെ ഇവിടെ വന്ന് നിങ്ങളെ മുഖത്തേക്കൊന്ന് മുഖാമുഖം നോക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ നിമിഷത്തിൽ ഉണ്ടായിരുന്ന എന്റെ മനസ്സിന്റെ അവസ്ഥ, ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു മുഖം ഈ മുഖമായി. കാരണം എന്താ? ആ മുഖം ഇങ്ങോട്ട് ആവാഹിച്ചെടുക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ആ മുഖത്തിന്റെ കാന്തിക വലയത്തിലേക്ക് തന്നെ അങ്ങോട്ടും ആകർഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഒരു മഹാന്റെ അടുത്ത് പോവാണെങ്കിൽ ഹബീബെ, അപ്പൊ അജ്മീർക്ക് പോകാൻ മതി, അങ്ങനെയാണ് പോകാൻ കഴിയൂല. അവിടുന്ന് ഒരു പാസ് ആദ്യം ഇങ്ങോട്ട് വരും. എങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് ട്രെയിൻ ടിക്കറ്റ് കിട്ടും. ആശയങ്ങളെ കഥ ഞാൻ പറയും. നാട് കാണാൻ പോണ പറ്റിയത്, ഖാജാനെ കാണാൻ പോണവരാണ്. ഖാജ അങ്ങോട്ട് നമ്മൾ ആദ്യം വിളിക്കുമ്പോഴേ നമ്മൾക്ക് അങ്ങോട്ട് വിളിക്കാൻ പോകാൻ പറ്റുള്ളൂ. അതൊക്കെ ഉണ്ടോ? അതെ, അല്ലാഹുമ്മ അയ്യിദ് ഹാദ ദീന ബിഅഹദിൽ ഉമറൈൻ, പടച്ചോനെ ഉമറിനെ അങ്ങോട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തപ്പോ ഇവിടുന്ന് അങ്ങോട്ടുള്ള താല്പര്യം വന്നു. ആ താല്പര്യത്തിന്റെ പകരമായി അവിടുന്ന് ഇങ്ങോട്ട് താല്പര്യം വന്നു. അത് രണ്ടും തമ്മിൽ അങ്ങോട്ട് മുസാദഫത്ത് ഉണ്ടാവുമ്പോൾ കാര്യം അങ്ങോട്ട് നടക്കും. അങ്ങനെ വന്നു. ഇതുവരെ കണ്ട മുഖല്ല, ഇപ്പൊ ഒന്ന് കണ്ണുകൊണ്ട് നോക്കി, നോക്കേണ്ട മാതിരി നോക്കിയപ്പോ പടച്ചോനെ, ഈ മുഖമുള്ള ഈ പടപ്പിനെയാണോ ഞാൻ വെറുത്തത്? ഇത്രയും വലിയ നൂറാനീയത്തിന്റെ ആ വലയം എപ്പോഴും ഇങ്ങനെ ഭ്രമണം നടത്തുന്ന മുഖം, എന്നാണ് സഹാബത്ത് പറഞ്ഞു. സുൽത്താനെ മുഖത്ത് നോക്കിയ സൂര്യൻ ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നത് ആ മുഖത്താൻ തോന്നിപ്പോകും. ആ സൗന്ദര്യം കണ്ടു. പറഞ്ഞു, നേരത്തെ ഞാൻ കണ്ട മുഖല്ലത്, കാരണം നേരത്തെ കണ്ടിട്ടില്ല, ഇപ്പൊ ഞാൻ കണ്ടു. ആ കാണുന്ന സമയത്ത് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു നോട്ടം നോക്കിയില്ലേ, അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഹബീബ് പുഞ്ചിരിച്ചുകൊണ്ടൊരു നോട്ടം ഇങ്ങോട്ട് നോക്കി. ആ നോട്ടം ഉമറിന്റെ കണ്ണിലൂടെ ഇറങ്ങി ഉമറിന്റെ കൽബിലെത്തി. കണ്ണിലൂടെ പോയി ആ വെളിച്ചം കൽബിലേക്ക്, കൽബിൽ ഇരുണ്ട് കൂടിയിരുന്ന കുറെ പ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നു. അതൊക്കെ സെക്കൻഡിൽ തലകുത്തി വീണു. കാരണം ആ കൽബിൽ അപ്പോഴാ മുഹമ്മദ് ജനിച്ചത്. മുഹമ്മദ് മുസ്തഫ ജനിച്ചിട്ട് കുറെ ദിവസത്തേക്കാണ്. പക്ഷെ നമ്മളിൽ ജനിക്കുന്നത് എപ്പോഴാണോ നോക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു. എന്താ കാര്യം? ഇപ്പോൾ നിന്റെ കൽബിൽ ജനിച്ചിട്ടുണ്ടോ? ഉമറിന്റെ കൽബിൽ ജനിച്ചു. എല്ലാം നല്ല കുട്ടികൾ. അപ്പോൾ ഉമറിന് സൗന്ദര്യം കാണാൻ കഴിയും. കൈ പിടിച്ചു, കലിമ ചൊല്ലി, പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഉമറാൻ പൊന്തിക്കാണ്. എത്രത്തോളം എന്റെ ശേഷം ഒരു പ്രവാചകൻ വരാനുള്ള സ്കോപ്പില്ലാത്തത് കൊണ്ടാണ്. എന്റെ ശേഷം ഒരു പ്രവാചകൻ വരികയായിരുന്നെങ്കിൽ അതിനർഹതപ്പെട്ട ഒരേ ഒരു വ്യക്തി ഉമറാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നുബുവത്തിന് പോലും അർഹതയുള്ള അള്ളാഹ് ഒരു നബിക്ക് ഒരു അവസരം കൊടുക്കാത്തോണ്ടാ. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ നബിയാവാൻ പോലും അർഹതയുള്ള ഒരു മഹാനായ മനുഷ്യൻ, ഇത് അള്ളാഹിന്റെ റസൂൽ തന്നെ പറഞ്ഞതാണ്. ആ ഒരു മക്കാമിലേക്ക് എങ്ങനെയാണ് ആ എത്തിയത്? ഇതന്നെ സംഭവം. കൽബിൽ മുഹമ്മദ് മുസ്തഫ ജനിക്കുക. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നിന്റെ കൽബിൽ നിന്നൊക്കെ എടുത്ത് പുറത്തു വെക്കടോ, എങ്കിലേ നിന്റെ ഈമാൻ സലാമത്താവും. അപ്പൊ കൽബിൽ ഇഷ്ക്, സ്നേഹം, പ്രേമം, പ്രണയം അതൊക്കെ പല ഭാഗത്തേക്കും ചിതറിപ്പോയത് കൊണ്ടാണ് കുറച്ച് ഇൻസ്റ്റയിലൂടെ പോയി, കുറച്ച് വാട്സപ്പിലൂടെ പോയി, കുറച്ച് ഫേസ്ബുക്കിലൂടെ പോയി, കുറച്ച് ട്വിറ്ററിലൂടെ പോയി, ഒക്കെയാണ് പോയേക്കുമ്പോൾ അള്ളാഹ് കൊടുക്കാൻ സ്നേഹമില്ലാതായി. അതാ ഇന്നെ പോലത്തെവർക്കൊക്കെ പറ്റിയ പ്രശ്നം. അപ്പൊ റബ്ബിന്റെ സ്നേഹമല്ല വൽക്കാർക്കും കൊടുക്കണം. ഉമ്മാനെ സ്നേഹിക്കണം, ഉപ്പാനെ സ്നേഹിക്കണം, ഭാര്യനെ, മക്കളെയും, ദുനിയാവിനെ, കൂട്ടുകാരെ, സ്നേഹിതന്മാരെ, ശിഷ്യന്മാരെ ഒക്കെ, ഉസ്താമാരെ. പക്ഷെ അത് അള്ളാഹുവിന്റെ സ്നേഹത്തിലുള്ള സ്നേഹമാണ്. അള്ളാഹുവിലുള്ള സ്നേഹം, അള്ളാഹുവിനോടൊരു സ്നേഹം, ആ സ്നേഹം അള്ളാഹുവിനുള്ളതാണ്. അപ്പോഴാണ് അള്ളാഹുവിൽ മറ്റുള്ളവരോടുള്ള സ്നേഹം ഉണ്ടാവും. അതുകൊണ്ടേ മനുഷ്യനെ രക്ഷപ്പെടാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മൾ വന്നത് അൽഹബ്ബുഫില്ല, അള്ളാഹുവിലായി നമ്മൾ ആ കിടക്കുന്ന മഹാനെ സ്നേഹിക്കും. ഹയാത്ത് കാലത്ത് നമ്മൾ കുറെ ഒപ്പം നടന്നതല്ലേ, ജീവിതകാലത്ത് നമ്മൾ കുറെ കൈ പിടിച്ചതല്ലേ, കുറെ നമ്മൾ പുഞ്ചിരിച്ചതല്ലേ, കുറെ കുശലം പറഞ്ഞതല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഈ കിടക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരാളെ നമ്മൾ അറിയാത്ത എവിടെങ്കിലും പോയിട്ട് നമ്മളിങ്ങനെ കെട്ടിപ്പൊക്കിയിട്ട് എന്തെങ്കിലും പറയില്ല. ആ ആളുടെ ജീവിതം എന്തായിരുന്നു, അവരുടെ ഇടപെടൽ എന്തായിരുന്നു, ആ മനുഷ്യന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു, ആ മനുഷ്യൻ ആരുടെ കീഴിലാണ് വളർന്നത്, ആ മനുഷ്യന്റെ റൂഹും നഫ്സും ജസദും ആർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത്, ആ മനുഷ്യൻ ഏതിലായിട്ടാണ് സമയങ്ങളിൽ രാപ്പകലുകൾ തള്ളി നീക്കിയത്, തസ്ബീഹ് മാലയിൽ എന്താണ് അദ്ദേഹം ചൊല്ലി മറിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ടിട്ടാ ബഹുമാനപ്പെട്ട അബൂബക്കർ ആണ്ടിന് ഞാൻ നിങ്ങൾ ഒരുമിച്ച് കൂടി. അള്ളാഹു ഉറൂസിന്റെ സമയത്ത് മണവാളനെ പോലെയാണ് വരുന്നത്. ഉറൂസ് എന്ന് പറഞ്ഞാൽ തന്നെ അതാ മണവാളൻ, ഒരു പുതിയാപ്പട ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടാവുക. അള്ളാഹു വീണ്ടും അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആഖിറത്തിൽ ഹബീബായ ത്വഹാ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കൂടെ ഷായിഖിന്റെ ലിവാഹിന്റെ കീഴിലായി കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. സഹോദരിമാരോടും സഹോദരന്മാരോടൊക്കെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഓർമ്മ വന്ന കുറച്ച് കാര്യം പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ അതാണ് ഹക്ക്, അള്ളാഹുവിന്റെ ഖിലാഫത്ത്. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും.
ആ ഖിലാഫത്ത് എന്ന് നിൽക്കണോ അന്നിവിടെ ഖിയാമത്ത് സംഭവിക്കും. ലാ തഖൂമു സഅതു ഹത്താ യബ്ഖാ ഫിൽ അർളി മൻ യഖൂലു അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അള്ളാഹു എന്ന ദിക്ർ ഫിക്ർ ശുക്റിലായി ജീവിക്കുന്ന ആളുകൾ ഉള്ള കാലത്തോളം ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. അത് മശായിഖിന്റെ റൂട്ടാണ്. അതിനെ പരിഹസിക്കുകയും അതിനെ കളിയാക്കുകയും മാലെടുത്ത് ചെല്ലണം ഓരോ തരീക്കത്തിന്റെ ആൾക്കാരെ ഓരോ ദാക്കിനെ ഓരോ വല്ല സൂഫിയാക്കി എല്ലാവരും ആ ഒരു അവസ്ഥയ്ക്കാണ് എത്തുമ്പോ പിന്നെന്തിനാ ഒരു വെള്ളിയാഴ്ച ഒരു ജുമാക്ക് പോയിട്ട് മനസ്സിൽ ബിസിനസ്സും ഏർപ്പാടും അക്കൗണ്ടും എല്ലാം സയൻസും സാമൂഹ്യവും ഒക്കെ മനസ്സിൽ കരുതി നിസ്കരിക്കണേ ഒരു നിസ്കാരക്കാരന് വേണ്ടിയാണോ അവിടെ ആ ഭൂമിക്കണേ? അള്ളാഹുവിന്റെ ആൾക്കാർക്ക് വേണ്ടിയാ. ആ ആളുകൾ ഇവിടെ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോ പിന്നെ ഭൂമിയുടെ ആവശ്യം വരില്ല. അപ്പോഴേ ഖിയാമത്ത് ഉണ്ടാവും. അപ്പൊ ഖിയാമത്ത് വരെ പിടിച്ചു നിർത്താൻ മനുഷ്യന് കഴിയുന്നത് ദിക്ർ ഫിക്ർ ശുക്റിലൂടെയാണ്. അതുള്ള ആൾക്കാർ ഭൂമിയിൽ ഉണ്ടെങ്കിൽ പിന്നെ വെറുതെ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വേണ്ട ആവശ്യമില്ല, ഭൂമി തകർന്ന് ധരിപ്പണാവേണ്ട ആവശ്യമില്ല. അവരില്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ എല്ലാവരും ഭൂമി മുഖത്ത് ദുഷിച്ചവരായി മാറും. MDM ഇല്ലാത്തവർ കീശയിലില്ലാത്തവരുണ്ടാവില്ല, ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട് അല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവില്ല. വൈവാഹിക ജീവിത ബന്ധങ്ങൾക്ക് ഇപ്പത്തെ തുടങ്ങി വെച്ച് കഴിഞ്ഞു. വൈവാഹിക ജീവിത ബന്ധങ്ങളൊക്കെ എന്താണ്, ഒന്നുമില്ല, ഒക്കെ ഇഷ്ടമുള്ളവരൊപ്പം ജീവിക്കാന്നല്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും എല്ലാ മൂല്യങ്ങളും തകർന്നടിയുകയും ധാർമ്മിക നിഷ്ഠകളെല്ലാം കാറ്റിൽ പരത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒന്നുപോലും നല്ലതായിട്ട് കാണാനില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഏതെങ്കിലും ഒരു സ്വാലിഹ് എവിടെയെങ്കിലും ഉണ്ടായാൽ മതി ബർക്കത്തിന്. എന്നാൽ ആ ഹക്ക് കൊണ്ട് ബാക്കിയുള്ളവരിൽ നിന്ന് അദാബ് തടയപ്പെടും. അപ്പൊ മനസ്സിലാക്കണം ഈ മഹാന്മാരെ കൊണ്ട് കിട്ടുന്ന ഗുണം. അവരിങ്ങനെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഫാത്തിഹയും അമലും യാ ഹയ്യും യാ ഖയ്യൂമും പറയും. ആ ബർക്കത്ത് കൊണ്ട് ആ നാടിന് രക്ഷ. അബൂബക്കർ അവിടെ കിടക്കണത് ഈ അബൂബക്കറിന്റെ കുട്ടിക്ക് ബാദശാക്കല്ല. സ്വാലിഹായ മനുഷ്യനെങ്കിൽ ആ പരിസരത്തുള്ളവർക്ക് മുഴുവൻ അതിന് ബർക്കത്ത് ഉണ്ടാവും. റഹ്മത്തിന്റെ മലക്ക് അവരുടെ സാന്നിധ്യത്തിലുണ്ടാവും. അവരെ ഹബറത്തിൽ ചെന്ന് ദുആ ചെയ്താൽ ഇജാബത്ത്. സംസാരം അവസാനിപ്പിക്കട്ടെ, നീളുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒറ്റൊരു കാര്യം കൂടി പറയാം. ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു, ബുഖാരി ഇമാമിനെ കേൾക്കാത്തവർ ഒരു മനുഷ്യനുണ്ടാവില്ല, എല്ലാവരും അംഗീകരിക്കുന്ന ആളുമാണ്. സഹീഹുൽ ബുഖാരിയുടെ രചയിതാവാണ്. ആ ഇമാം ബുഖാരി തങ്ങൾ വഫാത്തായതിനു ശേഷം ബുഖാരി ഇമാമിന്റെ റഷ്യയിലെ ബുഖാറ എന്ന സ്ഥലത്താണ് ബുഖാരി ഇമാമിന്റെ നാട്. ബുഖാരി ഇമാം വഫാത്തായതിനു ശേഷം ആ നാട്ടിൽ അതിശക്തമായ വരൾച്ച ഉണ്ടാവുക. മഴ ലഭ്യമാവാതെ കന്നുകാലികളൊക്കെ ചത്തുപോകുന്നു, മനുഷ്യന്മാരൊക്കെ ദാഹജലം കിട്ടാതെ വിഷമിക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പല വഴികളും തേടി ഖാളി ആളുകളെ വിളിച്ചിട്ട് സ്വലാത്തുൽ ഇസ്തിസ്ഖാ നടത്തി നോക്കി. ഒരു ഫലവും കാണുന്നില്ല. അപ്പൊ ഏതോ ഒരു സാധാരണക്കാരൻ ഖാളിയുടെ അരികിൽ ചെന്നൊരു അഭിപ്രായം പറഞ്ഞു. അങ്ങനെയുണ്ടല്ലോ ചില നാട്ടിൽ നിന്ന് ചില ആളുകൾ പറയുമ്പോൾ അത് മുഖവിലേക്ക് എടുക്കേണ്ട അഭിപ്രായമായിരിക്കും. ഖാദിയർ പാപ്പ വലിയ ഹൈബത്തുള്ള ആൾക്കാരാണ്, മുമ്പൊക്കെ അങ്ങനെയാണല്ലോ. അങ്ങനെ ചെന്നിട്ട് പറഞ്ഞു, ഖാദിയർ പാപ്പ ഞാനൊരു അഭിപ്രായം പറയാം. വലിയ അസറുള്ള ഒരു മഹാനാണല്ലോ നമ്മുടെ നാട്ടിൽ മറവിട്ട് കിടക്കുന്നത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി. അസറുണ്ട് നാട്ടുകാർക്ക് എങ്ങനെ മനസ്സിലായി? ഇമാം ബുഖാരി തങ്ങളെ മറമാടിയതിനു ശേഷം ആ ഖബറിന്റെ മണ്ണിന് കസ്തൂരിയുടെ മണം ഉണ്ടായിരുന്നു. ചരിത്രം മുല്ലാ അലിയുൽ ഖാരി തങ്ങൾ എഴുതിയേണ്ട സംഭവം ചരിത്രമാണല്ലോ. കസ്തൂരിയുടെ മണം ഉണ്ടായിരുന്നു എന്നാണ് ആ ഖബറിന്റെ പരിസരത്ത്. നമുക്ക് മശായിഖിന്റെ കുട്ടികൾക്ക് അവരെ ഹദറത്തേക്ക് ചെല്ലുമ്പോൾ ആ അവരെ ഹയാത്തിലുള്ള ഒരു മണം കിട്ടാൻ മൗലാ തങ്ങൾ ഒരു ദിവസം ചോദിച്ചു, എടാ മദീനന്റെ മണം കിട്ടാറില്ലേ? മാഷാ അല്ലാഹ്, മുഹിബ്ബീങ്ങൾക്ക് മദീനത്തെ മണം കിട്ടേണ്ടടുത്ത് കിട്ടും, അവരുടെ മൂക്കിന് ഓട്ടുണ്ടെങ്കിൽ. മാഷാ അല്ലാഹ്. അപ്പോ ഇമാം ബുഖാരി തങ്ങളുടെ മറമാടിയ മണ്ണിന് വരെ കസ്തൂരിയുടെ മണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നാട്ടുകാർക്ക് അറിയാം ഒരു അസറുള്ള ഖബറാണ്. ഖാദിർ പാപ്പാനോട് പോയിട്ട് പറഞ്ഞു, നമ്മളൊന്ന് അവിടെ ചെന്നിട്ട് ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒന്ന് തവസ്സുല് ചെയ്ത് ദുആ ചെയ്താൽ എന്താ? ഖാദിർക്ക് നല്ല അഭിപ്രായം തോന്നി. നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടി. ഇമാം ബുഖാരി തങ്ങളുടെ ഖബറിന്റെ പരിസരത്ത് ആളുകളെല്ലാവരും അപാലവൃദ്ധം ജനങ്ങൾ സംഗമിച്ചു. ഖാദിർ പാപ്പാന്റെ നേതൃത്വത്തിൽ ദുആ ചെയ്തു, അല്ലാഹുവേ, ഇവിടെ കിടക്കുന്ന നിന്റെ ഇഷ്ടദാസനായ മഹാന്റെ ഹക്കുണ്ട്. ഞങ്ങള് ശക്തമായ വരൾച്ചയിലും വെള്ളമില്ലാതെ അതീവ വേദനയിലും വിഷമത്തിലാണ് അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പരിഹാരം തരണേ എന്ന് ഖാദിർ ദുആ ചെയ്തു. ദുആ ചെയ്ത് തീരുമ്പോഴേക്ക് ആകാശം മേഘാവൃതമായി അതിശക്തമായ മഴ വർഷിച്ചു എന്ന് ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട മുല്ലാ അലിയുൽ ഖാരി മിസ്കാത്തിന്റെ ഹാഷിയിൽ അദ്ദേഹം മുല്ലാ അലിയുൽ ഖാരി തങ്ങൾ ഈ സംഭവം രേഖപ്പെടുത്തി. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ആ ഹദറത്ത് കൊണ്ട് ബർക്കത്തേ ഉണ്ടാവുള്ളൂ. സ്വാലിഹീങ്ങൾ ഒരു സ്ഥലത്ത് മറവിട്ട് എടുക്കണ്,
ഖൈറ, ഷറല്ല. അതുകൊണ്ട് ഗുണം എല്ലാവർക്കും ഉണ്ടാവും, കുടുംബത്തിന് മാത്രമല്ല നാട്ടുകാർക്കും ഉണ്ടാവും. അവിടെ സാഹിര്യങ്ങളായ ആളുകൾ സിയാറത്തിന് വരുന്നവർക്കുണ്ടാവും. കാരണം ഒരു സാലിഹിൻ മരിച്ചാലും ശരി ഹയാത്തായാലും ശരി അവരെ ഹദ്റത്തിൽ വെച്ച് ദുആ ഉത്തരം കിട്ടും. വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട് ഹബീബെ. സൂറത്ത് ആൽ ഇംറാനിൽ നോക്കൂ, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഇബാദത്തിനിരിക്കുന്ന സ്ഥലം, ചെറിയ പെൺകുട്ടിയാണ്, പക്ഷെ അള്ളാന്റെ വലിയത്തായിരുന്നു. അവർ ഇബാദത്തിനിരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവരുടെ അമ്മാവനായ സയ്യിദുനാ സക്കരിയ നബി അലൈഹിസ്സലാം ദ്വാരുന്നപ്പോഴാ സക്കരിയ നബിക്ക് കുട്ടി ഉണ്ടായത്. സക്കരിയ നബി കാലങ്ങളോളം ദ്വാരുന്നു, ഒരു നബി കാലങ്ങളോളം ദ്വാരുന്നു. സൂറത്ത് മറിയം നോക്കൂ, റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല അർ-റഅസു ശൈബ വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ. അല്ലാഹുവേ, എന്റെ എല്ലുകൾക്കൊക്കെ ബലക്ഷയം സംഭവിച്ചു, വയസ്സായി, എന്റെ തലയിലെ മുടികളെല്ലാം ഒറ്റൊന്നും ഇല്ലാത്ത നിലക്ക് വെളുത്ത് തിളങ്ങാൻ തുടങ്ങി. പക്ഷെ വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ, എന്നാലും ഞാൻ ഇപ്പോഴും ദ്വാരുന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബേ എന്ന് പറഞ്ഞിട്ട് മഹാനായ സക്കരിയ നബി ദ്വാരുന്നു. പക്ഷേ അള്ളാഹുവിന് ഉത്തരം കിട്ടിയത് എപ്പോഴാണെന്നറിയോ? ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ്. ഇൻഷാ അല്ലാഹ് അവിടെ വെച്ചൊന്ന് ദ്വാരുന്നു നോക്കി. സക്കരിയ നബി സൂറത്ത് ആൽ ഇംറാൻ മറിച്ചു നോക്കും. സക്കരിയ നബി അവിടെ ഇരുന്ന് ദുആ ചെയ്തു. മലായികത്ത് ഇറങ്ങി വന്നു, ഇന്നല്ലാഹ യുബശ്ശിറു, അള്ളാഹു നിങ്ങൾക്ക് കുട്ടിയെ കിട്ടുമെന്ന സന്തോഷം അറിയിക്കുന്നു എന്ന് പറഞ്ഞു വന്നു. അങ്ങനെ അള്ള തന്നെ പേരിട്ട കുട്ടി, ജനിക്കുന്നതിന് മുമ്പ് പേരിട്ടൊരു കുട്ടി. നോക്കണം നിങ്ങൾ, ഒരു ഖൈറായ സ്ഥലത്ത് ഒരു മഹദിയുടെ ഹദറത്തിരുന്ന് ദ്വാരന്ന് ഉത്തരം കിട്ടിയപ്പോ കൊടുക്കണ ഉത്തരം സാധാരണ ഉത്തരം പോലുമല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത, സാധാരണ ഉത്തരം പോലുമല്ല. അള്ളാഹു പറഞ്ഞു ആ കുട്ടിയുടെ പേര് യഹ്യ എന്നാണ്. അള്ള പേരിട്ടു നേരത്തെ, എന്താ? ജീവിക്കുന്ന കുട്ടി. അപ്പൊ അതിന് മുമ്പ് സക്കരിയ നബിന്റെ ഭാര്യ കുറെ വട്ടം ഗർഭിണി ആയിട്ടുണ്ട്, പക്ഷെ ഒറ്റ കുട്ടിയും പ്രസവിച്ചിട്ടില്ല, ഒക്കെ ഗർഭത്തിൽ തന്നെ മരിച്ചു. അള്ളാഹ് പറഞ്ഞു ഈ കുട്ടി മരിക്കൂല, ജീവിക്കും. ആ കുട്ടി ഉള്ളിടത്തൊക്കെ ബർക്കത്തുണ്ടാവും. ആ കുട്ടി ചെറുപ്പത്തിൽ തന്നെ അള്ളാഹ് നുബുവത്ത് കൊടുത്തു. 40-ാമത്തെ വയസ്സിലല്ല യഹ്യ നബിക്ക് നുബുവത്ത് കൊടുത്തത്, കുട്ടി പ്രായത്തിൽ നബിയാക്കി. അതിന് പുറമെ സയ്യിദൻ വഹസൂറ, അള്ളാഹു സയ്യിദാക്കി. ഹസൂർ മൂപ്പർ അവിവാഹിതനായിരുന്നു, യഹ്യ നബി മരണം വരെ കല്യാണം കഴിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് സ്വഭാവങ്ങളുള്ള ഒരു പ്രത്യേക കുട്ടിയെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് അള്ളാഹു സക്കരിയ നബി എന്ന തന്റെ പ്രവാചകന് വഹി കൊടുത്തത് ഹുനാലിക ദഅ സക്കരിയ. അവിടെ പോയി വരുന്നപ്പോഴാണ്. അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ ചില അസ്റാറുകളുണ്ട്, ചില രഹസ്യം. അത് അറിയാത്തവരങ്ങനെ കൂവി നടക്കും. നമ്മളത് നോക്കണ്ട. നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെട്ട സാലിഹീങ്ങളെ സ്നേഹിക്കുക, അവരുടെ ഹദറത്തിനോട് ചുറ്റിപ്പറ്റി നടക്കുക. അവരെ പഠിച്ചവന്മാരാക്കണമൊന്നുമില്ല, അവരെ നമ്മളെ ആരാധിക്കണമില്ല, അവരെ സ്നേഹിക്കുന്നു, അവരെ തവസ്സുൽ ചെയ്ത് റബ്ബിനോട് ദുആ ചെയ്യും. അതുകൊണ്ട് ഇതൊക്കെ സാലിഹീങ്ങളിലൂടെ അള്ളാഹു ചെയ്തു വന്ന ഖൈറായ കാര്യങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരു 5-10 മിനിറ്റ് സംസാരിക്കാൻ കരുതിയിട്ടുള്ളൂ. വൈകി പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി, അള്ളാഹു നമ്മൾ ഇരുന്നതും കേട്ടതും പറഞ്ഞതൊക്കെ നമ്മുടെ ഈമാൻ സലാമത്താവാൻ, നമ്മുടെ സകല മുറാദുകളും ഹാസിലാവാനും സകല ഷെറുകളും തട്ടിപ്പോവാനുമുള്ള കാരണമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവേ, ഇവിടെ വന്ന എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ പടച്ചോനെ. അപ്പുറം കുറെ സഹോദരിമാരുണ്ടെന്ന് മനസ്സിലായി, അവർക്കൊക്കെ ഒരുപാട് മുറാദുകളുണ്ടാവും. ഈ ഹദറത്തിന് ഹക്കുണ്ട്, അവർക്ക് വീട്ടിൽ കൊടുക്കണേ റബ്ബേ. സമൂഹത്തിനിടയിൽ ഹിന്ദു മുസ്ലിം മതമൊന്നും ഇല്ലാത്തവനും മറ്റുള്ള ജാതി മതം ഒന്നുമില്ലാതെ എല്ലാവർക്കിടയിൽ സ്നേഹവും ഐക്യവും അതൊക്കെ തകരുകയാണ്, അല്ലെങ്കിൽ തകർക്കപ്പെടുകയാണ്. അതിൽ നിന്നൊക്കെ സമൂഹത്തെ നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. മുസ്ലിം ഉമ്മത്തിനിടയിൽ അനൈക്യങ്ങൾ ഇങ്ങനെ ചിതറി പോകണം, അതെല്ലാം ഇല്ലാതെയായി എല്ലാവരും ഒരുമയിൽ ഒരു കുടക്കീഴിൽ തൗഹീദിന്റെ സന്ദേശവാഹകരായി റാഹത്തായി ജീവിക്കുന്ന ഒരു ഭാവി ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. ലോകത്തിന്റെ പല ദിക്കുകളിലും പാവങ്ങളെ അടിച്ചമർത്തപ്പെടുകയാണ്, അവരെ ജീവഹാനി നടത്തപ്പെടുകയാണ്. അതിൽ നിന്നെല്ലാം ഉമ്മത്തിന് നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. ഈ മുത്തഅല്ലിമീങ്ങൾക്ക്, ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങൾക്ക് നാഫിയായ ഇൽമ് തരണേ റബ്ബേ. ഞങ്ങളെ ഗൈഹത്തിലും പരത്തിലും സലാമത്താക്കണേ റബ്ബേ. അബൂക്കാക്കാന്റെ ദർജ നീ ഉയർത്തണേ അല്ലാഹ്. അതുപോലെ മരണപ്പെട്ട മറ്റുള്ളവർ, ഈ കുടുംബത്തിൽ നിന്നും ഞങ്ങളിൽ നിന്നൊക്കെ മരിച്ച എല്ലാവരുടെയും പരലോകം നീ റാഹത്തിലും സന്തോഷത്തിലുമാക്കണേ റബ്ബേ. ആമീൻ ആമീൻ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.